Hi, this is Vignesh. You're watching Business Star. Today we have Mr. Satish Kumar. He is the proprietor of Kerala Jewelry. Hi sir, welcome to our show. Thank you. Sir, കേരളയിൽ നിന്ന് വിശാഖപട്ടണത്തിൽ വരാനുള്ള കാരണം എന്താണ്? പ്രത്യേകിച്ച് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു വേണമെന്ന് വെച്ച് ഒന്നല്ല, മെയിനായിട്ട് ജീവിത പ്രശ്നം തന്നെ. അപ്പോൾ എൻ്റെ ഫാദർ ഇവിടെ ബിസിനസ്സായിരുന്നു. ഓക്കെ, അപ്പോൾ ഫാദർ വന്നപ്പോൾ അതോടൊപ്പം എന്തെങ്കിലും ജോലി അന്വേഷിച്ച് അന്നത്തെ കാലത്ത് ഞാനും വന്നു. പഠിക്കാനാണ് മെയിനായിട്ട് വന്നത്. പക്ഷെ പഠിത്തത്തിനിടയിൽ യാദൃശ്യമായിട്ട് ഫാദർ എക്സ്പയർഡായി. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ പിന്നെ ബിസിനസ് സ്ഥാപനം കൊണ്ടുപോകാൻ വേറെ ആരുമില്ല. ഞാൻ വീട്ടിലെ മൂത്ത മകനായിരുന്നു. അപ്പോൾ ഒന്നിൽ ആ ബിസിനസ് സ്ഥാപനം നമ്മൾ അനാഥമാക്കി കളയണം. അപ്പോൾ കിട്ടാത്തൊരു ജോലിക്ക് വേണ്ടി നാം ശ്രമിക്കുന്നതിനേക്കാൾ നല്ലത് കയ്യിലുള്ളൊരു ജോബ് ചെയ്യാമെന്ന്. അങ്ങനെ ഞാൻ സത്യം പറഞ്ഞാൽ എനിക്കൊരു അത്ര വലിയ ഇഷ്ടമുള്ളൊരു മേഖലയായിരുന്നില്ല ബിസിനസ്. അങ്ങനെ ഞാൻ ആ ബിസിനസ്സിലേക്ക് വന്നു. എന്ത് ബിസിനസ് ആയിരുന്നു? അപ്പോൾ അച്ഛൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ഒരു ഫാൻസി സ്റ്റോറായിരുന്നു. ഫാൻസി സ്റ്റോർ അല്ല, മൊത്തം നമ്മൾ എന്താ പറയുക, ഫാൻസി സ്റ്റോർ എന്ന് പറഞ്ഞാൽ സ്റ്റേഷനറി സാധനങ്ങൾ ഒക്കെ ആയിട്ട് ആ കാര്യങ്ങളായിട്ട് ഒരു ഫാൻസി സ്റ്റോറായിരുന്നു. ആ ബിസിനസ്സാണ് നടത്തിയത്. ഞാനിപ്പോൾ 1976 വന്നതാണ് അവിടെ. 76 വരുമ്പോൾ ഇപ്പോൾ 33 കൊല്ലമായി. സാർ, പിന്നെ ഫാൻസി സ്റ്റോറിൽ നിന്ന് ജ്വല്ലറിയിൽ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഈ സ്ഥാപനം ഇവിടുത്തെ കുറുപ്പം മാർക്കറ്റ് എന്ന് പറഞ്ഞൊരു ഏരിയയിലുണ്ടായിരുന്നു. കുറുപ്പം മാർക്കറ്റ് ഈ ഏരിയയ്ക്കൊരു പ്രത്യേകതയുണ്ട്. അതായത് വിശാഖപട്ടണത്ത് ജ്വല്ലറികളുടെ, അതായത് സ്വർണ്ണ വ്യാപാരത്തിൻ്റെ കേന്ദ്രമായിരുന്നു ഈ സ്ഥലം. പണ്ട് ആദ്യകാലം തൊട്ട് വിശാഖപട്ടണത്ത് സ്വർണ്ണ വ്യാപാരത്തിൻ്റെ കേന്ദ്രമായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ കുറേ കാലമായിട്ട് ആ ആൾക്കാരായിട്ടുള്ള ആ ജ്വല്ലറി ഓണേഴ്സ്, അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, അവരൊക്കെയുള്ള സഹവാസം, നമ്മൾ മലയാളത്തിൽ പറഞ്ഞില്ലേ മുല്ലപ്പൂമ്പൊടി ഏറ്റിടുന്ന ആ കല്ലിനൊരു സൗരഭ്യം ഉണ്ടാവുമെന്ന് പറഞ്ഞില്ലേ, അതേപോലെ അതിനോടൊരു ആസക്തിയൊരു ഇൻട്രസ്റ്റ് പ്രത്യേകമായിട്ട് വന്നു. അപ്പോൾ കുറേ കാലം കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഈ ബിസിനസ്സും ചെയ്തതൊന്ന് കൊള്ളാം. അങ്ങനെ പതുക്കെ ഒരു 1995 അന്ന് VP എനിക്ക് ഒരു പ്രത്യേക നന്ദി പറയണമെങ്കിൽ VP സിംഗിനോടാണ്. അതുവരേക്ക് ഗോൾഡ് ബിസിനസ് ചെയ്യണമെങ്കിൽ പ്രത്യേക ലൈസൻസ് വേണമായിരുന്നു. VP സിംഗ് പ്രധാനമന്ത്രി ആയിരുന്ന സ്ഥാനത്ത് ആ ലൈസൻസ് എടുത്തുകൊണ്ട് ആർക്ക് വേണമെങ്കിലും ഗോൾഡിൻ്റെ ബിസിനസ് ചെയ്യാം എന്നൊരു നിയമം പാസ്സായി. അപ്പോൾ എനിക്കത് അനുകൂല സാഹചര്യമായിട്ട് തോന്നി. അപ്പോൾ എനിക്ക് തോന്നി എനിക്കൊന്നുകൂടെ ചെയ്തുകൂടാം. അപ്പോൾ ഞാൻ ആ സ്ഥാപനം നിലനിർത്തിക്കൊണ്ട് തന്നെ അതിൻ്റെ തൊട്ടടുത്ത് ഒരു ചെറിയൊരു ജ്വല്ലറി സ്റ്റാർട്ട് ചെയ്തു. ചെറിയ ജ്വല്ലറി എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളിയാണ് സ്റ്റാർട്ട് ചെയ്തത്, സ്വർണ്ണമല്ല. അതിനുള്ള സാമ്പത്തിക ശേഷിയാണ് ഉണ്ടായിരുന്നത്. ഒരു ചെറിയൊരു വെള്ളി സാധനങ്ങൾ വെക്കുന്നൊരു ചെറിയൊരു ജ്വല്ലറി സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഒരു 2-3 വർഷം ആ വെള്ളി സാധനങ്ങൾ ചെയ്തതിന് ശേഷം പിന്നെ അതോടൊപ്പം ചെറുതായിട്ട് ഗോൾഡിൻ്റെ സാധനങ്ങളും ഗോൾഡും വിൽപ്പന തുടങ്ങി. ഇപ്പോൾ ഒരു 10-13 വർഷമായിട്ട് ചെയ്യുന്നു, ജീവിച്ചു പോകുന്നു, വലിയ കുഴപ്പമില്ലാതെ. കുഴപ്പമില്ലെന്ന് വെച്ചാൽ എന്നെ സംബന്ധിച്ച് 2 മക്കളെ പഠിപ്പിക്കാൻ പറ്റി, അത്യാവശ്യം ചെറിയ ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടായി. അപ്പോൾ അതൊരു വലിയ കാര്യമാണ്. അപ്പോൾ നമ്മളൊരു ജോലി ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടെ പിന്നെ നമ്മുടെ ഫ്രീഡം, ഏത് സമയത്തും നമ്മുടേതായൊരു ഇപ്പോൾ എനിക്കിപ്പോൾ ഞാൻ കാലത്ത് 10 മണിക്ക് പോയി തുറക്കുന്നു, 2 മണിക്ക് അടച്ചു പോരുന്നു, വീണ്ടും 3 മണിക്ക് തുറക്കുന്നു, 8 മണിക്ക് വരുന്നു. അപ്പോൾ ആരെയും നമ്മൾ ഡിപ്പെൻഡ് ചെയ്യേണ്ട. അപ്പോൾ നമ്മുടേതായ ഒരു ഫ്രീഡം നമുക്ക് ആ മേഖലയിലുണ്ട്. അതെ, അത് നമ്മളെ ബിസിനസ്സിനെ കുറച്ച് ബാധിച്ചിട്ടുണ്ട്. അതെ, അതായത് സ്വർണ്ണം ആദ്യകാലത്ത് നമ്മൾ ട്രേഡിംഗ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ട്രേഡിംഗ് ഇല്ലാണ്ടപ്പോൾ ഒരു നിശ്ചിതമായൊരു വിലയ്ക്ക് വിൽക്കാൻ പറ്റിയിരുന്നു. അപ്പോൾ അത് ഈ ട്രേഡിംഗ് എപ്പോൾ ആരംഭിച്ചു അതോടെ സ്വർണ്ണത്തിൻ്റെ ഓട്ടോമാറ്റിക് അത് വാങ്ങുന്നവനേക്കാൾ കൂടുതൽ ഊഹക്കച്ചവടം ചെയ്യുന്നവനാണ് അതുകൊണ്ട് ബെനിഫിറ്റ് കൂടുന്നത്. അപ്പോൾ സാധാരണ ഉപഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം സ്വർണ്ണം പൈസ കൊടുത്ത് വാങ്ങുന്ന സംബന്ധിച്ചിടത്തോളം ഒരു ബുദ്ധിമുട്ടാണ്. കാരണം വെച്ചാൽ വില 3 ഇരട്ടി വർദ്ധിച്ചപ്പോൾ ഞാൻ തുടങ്ങുന്ന സമയത്ത് 400 രൂപ ഒരു ഗ്രാമിന് ഉണ്ടായിരുന്നുള്ളൂ. ആ 400 ഇപ്പോൾ ഞാൻ വെക്കുന്ന 1400, 1350 ആ റേഞ്ചിലാണ്. അപ്പോൾ അന്നത്തെ വില 3 ഇരട്ടി വർദ്ധിച്ചു. അപ്പോൾ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം സ്വർണ്ണം ഇപ്പോൾ ഒരു ചെറിയൊരു എന്താ പറയുക, ഒരു ബുദ്ധിമുട്ടാണ് വാങ്ങാനൊരു ബുദ്ധിമുട്ടുള്ള പ്രശ്നമാണ്. പിന്നെ സാധാരണക്കാരൻ്റെ ഫാമിലി അവനെ സംബന്ധിച്ചിടത്തോളം പണ്ട് മിച്ചം ഉണ്ടായിരുന്നു, കുറച്ച് ചെറിയ സാലറി, ശമ്പളം ചെറുതായിരുന്നെങ്കിലും അവന് കുറച്ചെങ്കിലും മിച്ചം പിടിക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇന്നത്തെ ജീവിത സാഹചര്യത്തിൽ മിച്ചം വളരെ കുറവാണ്. കിട്ടുന്ന പൈസ അങ്ങാട് ചിലവായി പോവുകയാണ്. അപ്പോൾ ബുദ്ധിമുട്ടാണ് സ്വർണ്ണം വാങ്ങാൻ. പിന്നെ സമ്പന്നരെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമില്ല. പിന്നെ വില കൂടിയാലും കുറഞ്ഞാലും വാങ്ങേണ്ടവർ വാങ്ങും. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കസ്റ്റമേഴ്സ് കൂടുതൽ മിഡിൽ ക്ലാസ് ആൾക്കാരാണ്. അപ്പോൾ മിഡിൽ ക്ലാസ് സംബന്ധിച്ചിടത്തോളം ഈ വില കൂടുതൽ വലിയൊരു പ്രശ്നം തന്നെ ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും. നാട്ടിൽ തുടങ്ങാതെ വിശാഖപട്ടണത്തിൽ പറഞ്ഞില്ല, ഞാൻ 16ാമത്തെ വയസ്സിൽ അവിടെ നിന്ന് പഠിക്കാൻ വേണ്ടി വന്ന ആളാണ്. അൺഎക്സ്പെക്റ്റഡ് ബിസിനസ് വന്ന ആളാണ്. ബിസിനസ് ചെയ്യണമെന്ന് വിചാരിച്ച് ചെയ്ത ആളല്ല, സാഹചര്യങ്ങൾ വന്നു ചേർന്നു, അത്ര തന്നെയുള്ളൂ.
ഇവിടുത്തെ ട്രെൻഡ് എങ്ങനെയാണ് സാറേ ഗോൾഡിൻ്റെ ട്രെൻഡ് നമ്മുടെ നാട്ടിലെ പോലെ ഇല്ല. നമ്മുടെ നാട് കേരളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തിൽ സ്വർണ്ണത്തിൻ്റെ തലസ്ഥാനമാണെന്ന് എനിക്ക് തോന്നുന്നു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജ്വല്ലറികളുള്ളതും ഏറ്റവും അധികം സ്റ്റോക്ക് വെച്ച് വ്യാപാരം ചെയ്യുന്നതും ഏറ്റവും അധികം സ്വർണ്ണത്തോട് ഭ്രമമുള്ള ആൾക്കാരും കേരളത്തിലാണ്. പിന്നെ അതുകൊണ്ടൊരു പ്ലസ് പോയിൻ്റുണ്ട് മൈനസ് പോയിൻ്റും ഉണ്ട്. പ്ലസ് പോയിൻറ്റ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് സ്വർണ്ണം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് കാര്യം നമുക്ക് ചെയ്യാൻ പറ്റും. മൈനസ് പോയിൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ ഈ മോഷണം, പിടിച്ചുപറി, അതുപോലെ തന്നെ ഗുണ്ടാക്രമണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെയധികം കൂടിയിട്ടുണ്ട്. അപ്പോൾ അതൊരു നെഗറ്റീവ്. എല്ലാ കാര്യത്തിനും പോസിറ്റീവും നെഗറ്റീവും ഉണ്ടല്ലോ. സാർ ഇതുകൂടാതെ വേറെ എന്തൊക്കെയാണ് സാറ് ചെയ്യുന്നത്? വേറെ ചെയ്യുന്നത് എൻ്റെ അച്ഛൻ ആദ്യകാലം തൊട്ട് മാതൃഭൂമി പത്രത്തിൻ്റെ ഏജൻ്റായിരുന്നു. മാതൃഭൂമി പത്രത്തിൻ്റെ അതിപ്പോൾ കുറച്ച് കാലം വേറെ ആൾ ഏജൻസി നടത്തി. പിന്നെ ഞാനിപ്പോൾ നടത്തിക്കൊണ്ട് ഞാനിപ്പോൾ ഒരു 25 വർഷമായിട്ട് മാതൃഭൂമി പത്രത്തിൻ്റെ വിശാഖപട്ടണം സോൾ ഏജൻ്റാണ്. അതോടൊപ്പം ചെറിയൊരു ഫ്രീലാൻസ് ജേർണലിസ്റ്റിന് സ്വല്പം താല്പര്യമുണ്ട്. അപ്പോൾ മാതൃഭൂമി പത്രത്തിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ആർട്ടിക്കിൾസൊക്കെ എഴുതാറുണ്ട്. അതൊരു ഇൻട്രസ്റ്റാണ്. അത് ഇൻട്രസ്റ്റിൻ്റെ പേര് ചെയ്യുന്നത്. സമയം ഉണ്ടായിട്ടല്ല, പലപ്പോഴും സമയം ഉണ്ടാവാറില്ല, എന്നാലും അതൊരു ഇൻട്രസ്റ്റ് ആയിട്ട് ചെയ്യുന്നു. സാറിനപ്പോൾ പത്രങ്ങളൊക്കെ എവിടുന്ന കിട്ടുന്നത്? പത്രങ്ങളിൽ നമുക്ക് ആദ്യം വന്നിരുന്നത് കോഴിക്കോട് നിന്നായിരുന്നു. കോഴിക്കോട് മാതൃഭൂമി അവിടെ നിന്നാണ് വന്നിരുന്നത്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 2 വണ്ടി മാറി കയറിയിട്ട് വരണം. അപ്പോൾ ആദ്യകാലത്ത് കോഴിക്കോട് നിന്ന് വെസ്റ്റ് കോസ്റ്റ് എക്സ്പ്രസ്സിൽ ചെന്നൈയിൽ വരും. ചെന്നൈയിൽ വന്നതിന് ശേഷം പിന്നെ ഇവിടുന്ന് ഹൗറ മെയിൽ എന്നും പറഞ്ഞൊരു വണ്ടിയുണ്ട്, അതിൽ വണ്ടി കയറി ഇങ്ങോട്ട് വരണുണ്ട്. ഇപ്പോൾ പിന്നെ എല്ലാ പത്രങ്ങളും സാറ്റലൈറ്റ് എഡിഷൻ തുടങ്ങിയതിന് ശേഷം ഇപ്പോൾ ചെന്നൈയിൽ നിന്നാണ് വരുന്നത്. ചെന്നൈയിൽ നിന്ന് നമുക്ക് ഇന്നത്തെ പത്രം ഇന്ന് വൈകുന്നേരം എത്തുന്നുണ്ട്, പക്ഷേ രാത്രി അത് എത്തുന്നതിൻ്റെ പേരിൽ ഡിസ്ട്രിബ്യൂഷൻ നടക്കില്ല. പിറ്റേ ദിവസം ഞങ്ങൾ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യും. അപ്പോൾ നോർമൽ രാവിലെ തന്നെ? അതെ. അപ്പോൾ ഇന്നത്തെ പത്രം നമുക്ക് നാളെ കിട്ടും. സാറിന് ഈ ജ്വല്ലറിയിൽ നിന്ന് സ്റ്റോക്കൊക്കെ എവിടെ നിന്നാണ് വരുന്നത് ശരിക്കും? അത് നമ്മൾക്ക് ഇവിടെ നിന്നാണ് വരുന്നത്. പിന്നെ അപൂർവം ചില സമയത്ത് നമ്മൾ കേരളത്തിൽ നിന്ന് കുറച്ച് സ്റ്റോക്കൊക്കെ ചില ആൾക്കാർ കൊണ്ടുതരാറുണ്ട്. ഇവിടത്തെ ഉണ്ടാക്കുന്നുണ്ട്. കേരളത്തിൽ നിന്നും ചില നമ്മുടെ മലയാളികളായിട്ട് ചില കസ്റ്റമേഴ്സ് നമ്മുടെ കേരളീയമായ ആഭരണങ്ങൾ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അങ്ങനത്തെ സാധനങ്ങൾ നാട്ടിൽ നിന്ന് കൊണ്ടുവരും. സ്ഥിരം കസ്റ്റമേഴ്സ് കൂടുതൽ നമുക്ക് മലയാളികളായിരുന്നു. അവർക്ക് കേരള മോഡലുള്ള കേരളത്തിൻ്റെ ട്രഡീഷണൽ ആയിട്ടുള്ള ആഭരണങ്ങളോടാണ് കൂടുതൽ താല്പര്യം. അപ്പോൾ അവർക്ക് പുറത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര ക്വാളിറ്റി പലപ്പോഴും കേരള ഗോൾഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റി, ആ ഒരു പ്ലസ് പോയിൻ്റ് ഉണ്ട്. അതുകൊണ്ട് കേരളത്തിലത്തെ ക്വാളിറ്റി ആഭരണത്തോട് പിന്നെ കേരളത്തുകാർക്ക് ഒരു പ്രത്യേക താല്പര്യമുണ്ട്. എന്തൊക്കെ ക്യാരറ്റ്സാണ് വിൽക്കുന്നത്? ഞങ്ങളിപ്പോൾ ആദ്യകാലത്ത് 22 ക്യാരറ്റ് ആയിരുന്നു. ഇപ്പോൾ ഒരു 5-6 വർഷമായിട്ട് ഞങ്ങൾ കംപ്ലീറ്റ് 916 ആണ്. 916. ഓക്കെ. അപ്പോൾ ഓർണമെന്റ്സ് മൊത്തം 916 ആണ്. അതെ. അപ്പോൾ എവിടുന്നാണ് ഉണ്ടാക്കാറ്? ഇപ്പോൾ അത് നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ നെല്ലൂരിൽ നിന്ന് വരുന്നുണ്ട്, ബോംബെയിൽ നിന്ന് വരുന്നുണ്ട്, പിന്നെ കേരളത്തിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ സാറിന് സ്വന്തമായിട്ട് വർക്ക്ഷോപ്പും അങ്ങനെ കാര്യങ്ങൾ? വർക്ക്ഷോപ്പ് ആദ്യം ഉണ്ടായിരുന്നു. നാട്ടിൽ ഉണ്ടാക്കിയ എൻ്റെ ഒരു ബ്രദർ ഉണ്ടാക്കി സപ്ലൈ ചെയ്തിരുന്നു. പിന്നെ അത് മുതലാവുന്നില്ല, അപ്പോൾ എൻ്റെ പേര് നിർത്തി. അപ്പോൾ നമ്മൾ വാങ്ങി മെയിൻ ഹോൾസെയിൽ നിന്ന് വാങ്ങി വെക്കുകയാണ്. സാറിന് ഈ കേരള ജ്വല്ലറി എന്നിടാനുള്ള കാരണം പേര് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ തുടങ്ങുന്ന കാലത്ത് ഇവിടെ ആരും മലയാളീസായിട്ട് ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ മലയാളികളെ ഒന്ന് അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേരളം. അപ്പോൾ കേരളത്തിലെ സ്വർണം കിട്ടും എന്നൊരു ധാരണ വെച്ചിട്ടാണ് അങ്ങനെ ഇട്ടത്. പിന്നെ നമ്മുടെ നാടിനുള്ള നമ്മുടെ ഒരു പ്രത്യേക മമത കേരളത്തോട്. ഇപ്പോൾ നമ്മുടെ ജനിച്ചപ്പോൾ ഞാൻ 33 വർഷം ഇവിടെ വന്നെങ്കിലും ഇപ്പം എൻ്റെ മലയാളം കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 33 വർഷമായിട്ട് പുറനാട്ടിൽ കഴിയുന്ന ഒരാളാണെന്ന് തോന്നുന്നുണ്ടോ? അപ്പോൾ ആ കേരളത്തോടും നമ്മുടെ ഭാഷയോടും നമുക്ക് പ്രത്യേകം നമുക്കൊരു സ്നേഹവും ഒരു മമതയുണ്ട്. അപ്പോൾ അതും കൂടി ഉണ്ടെന്ന് വെച്ചു. ലോക്കൽ സപ്പോർട്ടിനെ സംബന്ധിച്ച് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നോക്കിയിട്ട് ഇന്ത്യയിലെ ഏറ്റവും ലോക്കൽ സപ്പോർട്ടുള്ളൊരു സ്ഥലങ്ങളിലൊന്നാണ് വിശാഖപട്ടണം. അതായത് ഇപ്പോൾ ഞാൻ നോക്കിയിട്ട് പലപ്പോഴും ബോംബെയിൽ മറാഠികൾ, തമിഴ്നാട്ടിൽ പണ്ട് കരുണാനിധിയുടെ കാലത്ത് തമിഴർ, അതുപോലെ കർണാടകത്തിൽ അവരൊക്കെ മണ്ണിൻ്റെ മക്കൾ വാദം പ്രാദേശികവാദമൊക്കെ ഉയർത്തിയിട്ട് ഈ നമ്മുടെ കേരളീയ ആൾക്കാരെടുത്ത് പലപ്പോഴും പലതരത്തിൽ അറ്റാക്കൊക്കെ നടത്തിയ ചരിത്രം നമ്മൾ പത്രങ്ങളുടെ മീഡിയ കൂടെയൊക്കെ വായിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ നോക്കിയിട്ട് വിശാഖപട്ടണത്തെ സംബന്ധിച്ച് അങ്ങനെ ഒരു പ്രശ്നമില്ല. ഇവിടുത്തെ ലോക്കൽ ആൾക്കാർ വളരെ നല്ല ആൾക്കാരാണ്. അവർക്ക് നമ്മളൊരു ശത്രുതയില്ല. പക്ഷെ മറാഠിക്ക് മലയാളി ശത്രുതയുണ്ട്, തമിഴിന് മലയാളി ശത്രുതയുണ്ട്. അവരൊക്കെ അവരെ തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടുത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് മലയാളിനെ ആക്രമിക്കാറ്. പക്ഷേ തെലുങ്കിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അങ്ങനെ ഒരു മെൻറ്റാലിറ്റി ഇല്ല. ഒരു അതർ സ്റ്റേറ്റാണ് എന്നവർ കാണില്ല. അത് മാത്രമല്ല നമ്മളവർ റെസ്പെക്റ്റ് ചെയ്യുന്നൊരു കാര്യം കണ്ടിരിക്കുന്നത്. അത് അവർക്ക് റെസ്പെക്റ്റാണ്.
നമ്മളവരെ പറനാട്ടുകാരെന്നുള്ളൊരു വിവേചനം അവർ കാണിക്കില്ല. ആ കാര്യത്തിൽ ഞങ്ങൾക്ക് വളരെ താല്പര്യമാണ് ഇവിടുത്തെ ആൾക്കാരുള്ളത്. സാർ ഇപ്പോൾ പറഞ്ഞല്ലോ 33 വർഷമായി സാർ ഇവിടെ വന്നിട്ട്. അപ്പോൾ വിശാഖപട്ടണം കേരളത്തിൻ്റെ വ്യത്യാസം എന്താണ് സാർ കണ്ടത്? അതെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ നമ്മൾ പറയുമ്പോൾ ഞങ്ങൾക്ക് ആദ്യകാലത്ത് ഒരു സ്വപ്നം ഉണ്ടായിരുന്നു. അതായത് കുറച്ച് കാലം എന്തെങ്കിലുമൊക്കെ ചെയ്ത് എന്തെങ്കിലും നാട്ടിൽ പോയി തന്നെ ജീവിക്കണം. കാരണം അവിടുത്തെ കാറ്റും അവിടുത്തെ ആ പ്രകൃതിയും മഴയും ഒക്കെ ഒരു കാലത്ത് ഞങ്ങളുടെ സ്വപ്നമായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറേ കാലമായിട്ട് നമുക്ക് ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റുന്നില്ല. കാരണം ഇപ്പോൾ അവിടുത്തെ ജീവിത രീതി മൊത്തം മാറി മറിഞ്ഞു. എല്ലാം ഒരു സാമ്പത്തികമായിട്ടും എല്ലാ കാര്യങ്ങളുകൊണ്ടും വളരെ അത് ലോക നിലവാരത്തിൽ ജീവിക്കുന്ന ഒരു സ്റ്റേറ്റ് ആയിട്ടാണ് നമുക്കിതിപ്പോൾ കേരളം അനുഭവപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ ചെല്ലുമ്പോൾ നമുക്ക് ഇപ്പോൾ ഇവിടെ നമുക്കൊരു എന്ത് ജീവിക്കാൻ ചെറിയൊരു വരുമാനം ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എങ്ങനെയൊക്കെ ജീവിച്ചു പോകും. പക്ഷേ ഇതിൻ്റെ ഇരട്ടി പൈസ ഉണ്ടെങ്കിൽ കേരളത്തിൽ ജീവിക്കാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ പേരിൽ ഇപ്പോൾ നമുക്ക് പണ്ടത്തെ ഉണ്ടായിരുന്ന ആ കേരളത്തിലുള്ള മമത ഇപ്പം ഇല്ല. ഇപ്പോൾ നമുക്ക് അവിടെ പോയി ജീവിക്കണം എന്നില്ല. ഇപ്പോൾ ഇവിടെ തന്നെ വളരെയധികം മലയാളികൾ വീടും സ്ഥലമൊക്കെ വാങ്ങി അവർ വീട് വെച്ച് ഇവിടെ തന്നെ സെറ്റിലാവുകയാണ്. അവർക്കിനി തിരിച്ച് നാട്ടിൽ പോകാൻ താല്പര്യമില്ല. അവരുടെ മക്കൾ, ഇപ്പോൾ എൻ്റെ മക്കൾ ഇവിടെയാണ് ജനിച്ചു വളർന്നത്. താല്പര്യമുണ്ട് ഇല്ലയെന്ന് പറയുന്നില്ല, എന്നാലും അവരുടെ ഫ്രണ്ട്സും സർക്കിളൊക്കെ ഇവിടെ തന്നെയാണ്. പഠനം, പിന്നെ ഏറ്റവും നല്ല പ്രധാനപ്പെട്ട കാര്യം വിദ്യാഭ്യാസം. ഇപ്പോൾ ഞങ്ങളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലാണെങ്കിൽ ഇങ്ങനെ വിദ്യാഭ്യാസം ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമായിരുന്നു എന്നിപ്പോഴും ഞങ്ങൾക്ക് ആശങ്കയുണ്ട്. അത് ഞങ്ങൾക്ക് ഇവിടെ സാധിച്ചു. അതൊരു വലിയ കാര്യമാണ്. അപ്പോൾ കേരള സംബന്ധിച്ചിടത്തോളം കേരളം എവിടെ പോയാലും പിന്തള്ളപ്പെട്ട് പോകുന്നത് അവർക്ക് ഇംഗ്ലീഷിലാണ്. ഇംഗ്ലീഷിൻ്റെ സംസാര രീതി അവിടെ വളരെ കുറവാണ് കേരളത്തിൽ. ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളൊക്കെ ഈയിടെ വന്നിട്ടുണ്ട്, പക്ഷേ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആൾക്കാർ കുറവാണ്, വളരെ ചെറിയൊരു പെർസെൻറ്റേജ്. അപ്പോൾ ഇവർ തൊഴിലന്വേഷിച്ച് മറ്റൊരു സംസ്ഥാനത്ത് ചെല്ലുമ്പോൾ അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്ത് ചെല്ലുമ്പോൾ അവർക്ക് ഈ കമ്മ്യൂണിക്കേഷൻ സ്കില്ലില്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ എപ്പോഴും പുറകോട്ട് പോകുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ അത് നമുക്ക് ഇവിടെ ഞങ്ങളുടെ കുട്ടികളെ ഇവിടെ പഠിപ്പിച്ചുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഇതില്ല. ഞങ്ങളുടെ കുട്ടികൾ എവിടെ പോയാലും അവർ ഏത് ഭാഷ സംസാരിച്ച് അവർക്ക് ആ പ്രശ്നം ഇല്ലാണ്ട് വരുന്നു. അപ്പോൾ അത് ഇവിടെ പഠിക്കുന്നുണ്ട്. പിന്നെ ഹർത്താൽ, ബന്ദ്, മിന്നൽ സമരം, പണിമുടക്കൽ, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇവിടെ സമരം വളരെ കുറവാണ്. അതൊരു വലിയ പ്ലസ് പോയിൻ്റാണ്. ഇപ്പോൾ ഒരു കുട്ടിക്ക് പോലും ഒരു വിദ്യാഭ്യാസ ദിവസം പോലും ഇവിടെ നഷ്ടപ്പെടുന്നില്ല. ഇപ്പോൾ ഇൻ്ററിൽ എൻ്റെ മക്കൾ പഠിക്കുന്ന സമയത്ത് അവർ സൺഡേ പോലും കോളേജിൽ നിന്ന് വിളിച്ചു വരുത്തി അവർ അന്ന് പോലും ക്ലാസ് എടുത്ത് പറഞ്ഞയക്കുന്നുള്ളൂ. അപ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് ഫുൾ സാറ്റിസ്ഫൈ ആണ്. സാറിൻ്റെ ബിസിനസ്സിൽ ഫാമിലി സപ്പോർട്ട് എങ്ങനെയാണ്? ഫാമിലി സപ്പോർട്ട് നല്ല പോലെ. ഫാമിലി സപ്പോർട്ടിലുള്ള ബിസിനസ് മാത്രമല്ല, എല്ലാ കാര്യങ്ങൾക്കും ഫാമിലി സപ്പോർട്ട് ആവശ്യമാണല്ലോ. സാർ നാട്ടിലെവിടെയാണ്? നാട്ടിൽ തൃശ്ശൂർ ജില്ലയിലെ ചന്ദ്രാപ്പിനി എന്ന് പറയും. സാറിൻ്റെ വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടിൽ ഇപ്പോൾ എനിക്ക് അച്ഛനൊഴിച്ച് ബാക്കി എല്ലാ ആൾക്കാരുണ്ട്. അമ്മയുണ്ട്, പിന്നെ 3 സഹോദരിമാരുണ്ട്, 2 സഹോദരന്മാരുണ്ട്. ഇവിടെ ആരൊക്കെയുണ്ട്? ഇവിടെ ഇപ്പോൾ എൻ്റെ സഹോദരൻ മാത്രമുണ്ട്, വേറെ ആരുമില്ല. സഹോദരൻ അവരുടെ ഫാമിലിയുണ്ട്. സാറിൻ്റെ ഫാമിലിനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഇത് ഭാര്യ സുരജ, മകൾ ചിപ്പി, മകൻ്റെ പേര് മുത്ത്. അപ്പോൾ മോൻ ഹൈദരാബാദിൽ മെക്കാനിക്കൽ ഡിസൈൻ എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുകയാണ്. മാഡം എങ്ങനെയാണ് സാറിനെ സപ്പോർട്ട് ചെയ്യുന്നത്? എല്ലാ കാര്യത്തിലും. മാഡം നാട്ടിലെവിടെയാണ്? സെയിം സ്ഥലത്ത് തന്നെയാണ്. സാർ, കേരള പൊളിറ്റിക്സ് ഡെവലപ്മെന്റ് ഒരു ഇതാണോ? കേരള പൊളിറ്റിക്സ് തീർച്ചയായിട്ടും കേരളത്തിൻ്റെ വികസനത്തിന് തടസ്സമാണെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നും നിരക്ഷരായ അല്ലെങ്കിൽ തൊഴിലില്ലാത്തൊരു വിഭാഗത്തെ സൃഷ്ടിച്ചു നിർത്താൻ, അതിപ്പോൾ വലതുപക്ഷമായിക്കോട്ടെ ഇടതുപക്ഷമായിക്കോട്ടെ, അവിടെ ബോധപൂർവ്വം ശ്രമിക്കുന്നുണ്ടെന്ന് അർത്ഥം. കാരണം അവരുടെ രാഷ്ട്രീയ പാർട്ടികൾ കാളെ കിട്ടണമെങ്കിൽ അവർക്ക് ബസ്സിന് കല്ലെറിയാൻ അല്ലെങ്കിൽ വാഹനങ്ങൾ കത്തിക്കാൻ, ഇങ്ങനെ പ്രകടനത്തിന് ഇതിനൊക്കെ ആളെ കിട്ടണത്തിന് ഒരു തൊഴിലില്ലാത്ത. ഇപ്പോൾ എനിക്ക് തൊഴിലുണ്ട്, ഞാൻ പോകത്തില്ലല്ലോ. സാറിന് തൊഴിലുണ്ട്, സാറ് പോകുമോ? തൊഴിലുള്ള ആൾക്കാർ ആരും ഇതിന് പോകത്തില്ല. അപ്പോൾ തൊഴിലില്ലാത്ത കുറേ ആൾക്കാർ ഇതിന് വേണം രാഷ്ട്രീയത്തിന് പറഞ്ഞിട്ട്. പക്ഷേ രാഷ്ട്രീയത്തെ നമ്മൾ രാഷ്ട്രീയം ഏറ്റവും ഉന്നതമായൊരു, ഇപ്പോൾ പണ്ടത്തെ കാലത്ത് നമ്മൾ പഴയ കാലത്ത് സ്വാതന്ത്ര്യ സമര നേതാക്കളെ കണ്ടു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ എണീറ്റ് നിൽക്ക് അവർ ആദരവ് പോലും തൊഴുമായിരുന്നു. ഇന്നൊരു രാഷ്ട്രീയക്കാരമ്പോൾ നമുക്ക് അങ്ങനെ തോന്നുന്നില്ലല്ലോ. അപ്പോൾ ആ കണ്ണികൾ അവസാനിച്ചു. ആ രാഷ്ട്രീയത്തിലെ നല്ല ചിന്തകളും നല്ല ആദർശങ്ങളും വെച്ച് പുലർത്തുന്ന രാഷ്ട്രീയക്കാർ ഉണ്ട് എന്നിപ്പോൾ തോന്നുന്നില്ല. ഇപ്പോൾ ഗാന്ധിജി രാഷ്ട്രീയക്കാരായിരുന്നു, പക്ഷേ ഗാന്ധിജി അവരൊന്നും രാഷ്ട്രീയം കൊണ്ട് സമ്പാദിക്കാനല്ല ശ്രമിച്ചത്. ഇപ്പോൾ ഇന്ത്യയിൽ നമ്മുടെ കേരള രാഷ്ട്രീയത്തിൽ നമുക്ക് അങ്ങനെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരു AK ആൻ്റണി ഒഴിച്ചു കഴിഞ്ഞാൽ വേറെ ആരുണ്ട് അങ്ങനെ രാഷ്ട്രീയം കൊണ്ട് സമ്പാദിക്കുന്ന ഒരു നേതാവായിട്ട്? ഇടതുപക്ഷത്തായിക്കോട്ടെ വലതുപക്ഷത്തായിക്കോട്ടെ ഏതെങ്കിലും ഒരു നേതാവിനെ ചൂണ്ടിക്കാണിച്ചു തരാൻ പറ്റുമോ? വേണമെങ്കിൽ ഒരു AK ആൻ്റണി വേണമെങ്കിൽ ആളിത്യം കൊണ്ട് ജീവിക്കുന്നൊരു വ്യക്തി ഉണ്ടായിരിക്കും. അങ്ങനെ മാത്രമാണ് അപവാദമായിട്ടുള്ളത്, വേറെ ആരുമില്ല. സാർ, നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും വരുന്നത് പൊതുവെ കേരളൈറ്റ്സ് അന്യ നാട്ടിൽ ചെന്നിട്ടാണ് പണിയെടുക്കാറ്. പക്ഷേ സ്വന്തം നാട്ടിൽ അവർ സക്സസ് ആവുന്നില്ല. അതിൻ്റെ കാരണം എന്താണ് സാർ? അവിടുത്തെ പൊളിറ്റിക്സ് തന്നെയാണ്. അതിൽ ആരും സംശയമില്ലാത്ത കാര്യമാണ്. കാരണം ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുന്നത് നമ്മുടെ വികാട്
വികാട് എന്നുള്ള കമ്പനി കേരളത്തിലായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. അവർ കുറേ കാലം കഴിഞ്ഞപ്പോൾ അവിടുത്തെ തൊഴിൽ സമരം കൊണ്ട് അവർ അടച്ചുപൂട്ടി അവർ കോയമ്പത്തൂർ കൊണ്ട് അവർ പ്ലാന്റ് ഓപ്പൺ ചെയ്തു. അതുപോലെ കേരളത്തിൽ ഏറ്റവും പ്രശസ്തമായിട്ടുള്ളതായിരുന്നു നമ്മുടെ അടിമാലിയിലെ ഈസ്റ്റേൺ കറിപ്പോളം. അവരും അവിടുത്തെ അടുത്ത കാലത്ത് പൂട്ടി, അവരും കോയമ്പത്തൂർ പോയി. അതുപോലെ തന്നെ കൊരട്ടിയിലുള്ള മധുര കോട്ട്സ്. അങ്ങനെ കേരളത്തിലെ തൊഴിൽശാലകൾ പൂട്ടാനാണ് നമ്മുടെ വരവേൽപ്പ് എന്നുള്ള സിനിമ. അത് സത്യം ഒരു ഹിസ്റ്ററിയാണ്, കേരളത്തിൻ്റെ പരിച്ഛേദമാണ്, നേർക്കാഴ്ചയാണ്, കേരള രാഷ്ട്രീയത്തിൻ്റെ പരിച്ഛേദമാണ്. ആ സിനിമ അതുകൊണ്ടാണ് അന്ന് വാജ്പേയി ആ സിനിമയെ അഭിനന്ദിച്ചത്. അത് തീർച്ചയായിട്ടും അത് സത്യമാണ് ആ സിനിമ. എന്നുവെച്ചാൽ അവിടെ ഒരു കാരണവശാലും ഇത്തരം വ്യവസായികൾക്ക്, പല വ്യവസായികളും മറുനാട്ടിൽ നിന്ന് വന്നുകൊണ്ട് ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാം, ഞങ്ങളിവിടെ ചെയ്യാം, പക്ഷേ അവിടെ അവർക്ക് പറ്റുന്നില്ല. പറ്റാത്തതിന് കാരണം വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് നോക്കുകൂലി. ഇത് ലോക ചരിത്രത്തിൽ എവിടെയെങ്കിലും കേട്ടിട്ടോ കേരളത്തിലല്ലാതെ? നോക്കുകൂലി, നോക്കി നിൽക്കുന്നതിന് കൂലി കൊടുക്കുക. ഇതൊക്കെ ഞങ്ങൾ ഈ നാട്ടിൽ കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് അതിശയമാണ്. അതുപോലെ 9 മണി പണ്ട് നമ്മുടെ കൃഷി മന്ത്രി വി രാഘവനൊക്കെ പറഞ്ഞിരുന്നു, ഒരു തെങ്ങേറ്റക്കാരുടെ കാൾ ഷീറ്റ് കിട്ടുകയെന്ന് കേരളത്തിലെ ഏറ്റവും വിഷമം. മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയും കാൾ ഷീറ്റും ഇത്ര വിഷമമില്ലാന്ന്. ഒരു തെങ്ങേറ്റക്കാരൻ കിട്ടാൻ അതിലും വലിയ ബുദ്ധിമുട്ടാണെന്നാണ് അവിടുത്തെ ജീവിക്കുന്ന ആൾക്കാർ പറയും. ഇത് ശരിയാണ്, അത് സത്യമാണ്. ഒരു യഥാർത്ഥ പണിക്കാരന് കേരളത്തിൽ തന്നെ ഞാൻ എവിടെയോ വായിച്ചു കേട്ടൊരു ശക്തി ശരിയാണെന്നറിയില്ല, 15 ലക്ഷത്തോളം തമിഴർ കേരളത്തിൽ ജോലി ചെയ്യുന്നുണ്ട്. 15 ലക്ഷത്തോളം കേരളത്തിൽ ജോലി ചെയ്യുന്നുണ്ട്. ഇത് കേരളീയൻ തൊഴിലന്വേഷിച്ച് ഗൾഫിൽ പോകുമ്പോൾ 15 ലക്ഷത്തോളം തമിഴൻ വന്ന് കേരളത്തിൽ ജോലി ചെയ്യുന്നു. അവൻ്റെ ദുബായിയാണ് കേരളം. അവൻ ഇവിടെ കേരളത്തിൽ വന്നിട്ട് ഇവിടെ അവൻ 300 രൂപയ്ക്കും 350 രൂപയ്ക്കും കൂലി വേല ചെയ്തുകൊണ്ട് അവൻ്റെ നാട്ടിൽ കിട്ടുന്നത് 100 രൂപയാണ് കൂലി. അപ്പോൾ എങ്ങനെയാണ് കേരളം ഡെവലപ്മെൻ്റ് ആവുക? ഞങ്ങൾക്ക് കേരളത്തെക്കുറിച്ച് ആദ്യകാലത്ത് ഞാൻ പറഞ്ഞില്ല, ആദ്യകാലത്ത് ഞങ്ങൾക്ക് കേരളത്തെക്കുറിച്ചൊരു വലിയൊരു സങ്കല്പവും സ്വപ്നവും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അതില്ല. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് നാട്ടിൽ പോയി ഇനി ജീവിക്കണം തന്നെ താല്പര്യമാണ്. കേരളത്തോടൊരു തരം ജസ്റ്റ് ഞങ്ങളുടെ ബന്ധുക്കളും ഒക്കെ ഉള്ളതിൻ്റെ പേരിൽ ഞങ്ങളൊരു കൊല്ലത്തിലൊരിക്കൽ വിസിറ്റേഴ്സായിട്ട് പോയിട്ട് അവിടെ പോയി അവരൊക്കെ കണ്ട് അതേപോലെ ഒരു 2 ആഴ്ചകളിലും മടങ്ങി വരുന്നു. അപ്പോൾ 10 വർഷമായിട്ട് ഇതാണ്. ഇപ്പോൾ 10 വർഷം അവിടെ വന്ന കാലം തൊട്ട് അങ്ങനെയാണ്. പണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷമമായിരുന്നു വരും. ഇപ്പോൾ വിഷമമൊന്നുമില്ല, ഇപ്പോൾ നേരെ സന്തോഷത്തോടെ ഇങ്ങോട്ട് പോരുകയാണ്. സാറിന് എന്തൊക്കെ ആക്ടിവിറ്റീസിലാണ് ഏർപ്പാട്? സോഷ്യൽ സർവീസ് വെച്ചാൽ നമ്മുടെ ഇവിടെ ഒരു മലയാളി അസോസിയേഷൻ ഉണ്ട്, കേരള കലാസമിതി. അതിൻ്റെ സജീവമായിട്ട് പ്രവർത്തിക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു കലാസാംസ്കാരിക സംഘടന എന്ന നിലയ്ക്ക് നമ്മുടെ മലയാളികളുടെ ഇപ്പോൾ എല്ലാവർക്കും ജോലി, വീട്, അതിൽ കവിഞ്ഞ് എന്തെങ്കിലുമൊക്കെ ഒരു സാമൂഹിക ബന്ധം അത് ഏതൊരു മറുനാടൻ മലയാളിക്ക് ആവശ്യമാണെന്ന് എൻ്റെ അഭിപ്രായം. കാരണം എല്ലാവർക്കും അവരുടെ ആ ചുറ്റുപാടിൽ നിന്ന് മാറിയിട്ട് ഒരു സാമൂഹ്യ ബന്ധം ആവശ്യമാണ്. പ്രത്യേകം മറുനാട്ടിൽ ഇവിടെ ഇപ്പോൾ ഇനി നമുക്ക് നമ്മുടെ സ്വന്തം ആൾക്കാരെന്ന് പറയും ചിലപ്പോൾ ഉണ്ടാവില്ല, നമ്മൾ ഒറ്റയായിരിക്കും ചിലപ്പോൾ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർക്കൊരു താങ്ങ് എന്ന നിലയ്ക്ക് നമ്മളൊരു ഇത്തരം സാമൂഹ്യ സംഘടനകൾ കേരള കലാസമിതി എന്നാണ് ഞങ്ങളുടെ സംഘടന വരും. എല്ലാ സ്ഥലത്തും ഉണ്ട്. അത് തീർച്ചയായിട്ടും ആവശ്യമാണ്. അത് മാത്രമല്ല അത് ഞങ്ങളിലൊരു തരം സാംസ്കാരിക അവബോധം സൃഷ്ടിക്കുന്നുണ്ട്. അതുകൂടാതെ ഞങ്ങളുടെ പുതിയ തലമുറയ്ക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ കലാ സംസ്കാര രംഗങ്ങളുടെ പരിപോഷണത്തിന് സഹായിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ കൊല്ലം ഞങ്ങൾ വാർഷികം ചെയ്യാറുണ്ട്, ഒരു സാഹിത്യ സദസ്സ് നടത്താറുണ്ട്, കലാപരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട്. കേരളത്തിൽ നിന്ന് നല്ല നല്ല ടീമുകളെ കൊണ്ടുവന്നിവിടെ പരിപാടി അവതരിപ്പിക്കാറുണ്ട്. അതുപോലെ തന്നെ നല്ല നല്ല എല്ലാ ഇങ്ങനത്തെ ആക്ടിവിറ്റീസ്. പിന്നെ ഓണം, അവിടെ ക്രിസ്മസ്, ഇതൊക്കെ കേരളീയരുടെ മൊത്തത്തിലാണ്. അപ്പോൾ ഇതൊക്കെ വളരെ ഗ്രാൻഡായിട്ട് ആഘോഷിക്കാറുണ്ട്. അസോസിയേഷനിൽ എങ്ങനെയാണ് സാർ പൊളിറ്റിക്സ്? അത് പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു കളിയാക്കി പറയും, 2 മലയാളി ഉണ്ടെങ്കിൽ 3 സംഘടനയുണ്ടെന്ന് പറയും. എങ്കിലും ഞങ്ങളുടെ സംഘടന അത്ര പ്രശ്നങ്ങളൊന്നുമില്ല. അത് എവിടെയുണ്ട്, പക്ഷേ ഞങ്ങളെല്ലാവരും ഒത്തൊരുമിച്ച് നല്ല രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ. പിന്നെ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ട് അതൊക്കെ അഭിപ്രായ വ്യത്യാസമാണ്, അത് മറ്റൊന്നുമില്ല. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാറുണ്ട്, അത് സ്വാഭാവികം, അത്രയേ ഉള്ളൂ. ഞങ്ങൾ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന സംഘടനയാണ്. ഞങ്ങൾ ഇപ്പോൾ അടുത്തൊരു ഡയറക്ടറി പ്രസിദ്ധീകരിച്ചിരുന്നു. പിന്നെ മറുനാടൻ മലയാളികളുടെ യാത്രാ പ്രശ്നങ്ങൾക്ക് വേണ്ടി ഇതാക്കുക, ഇത്തരം കാര്യങ്ങളൊക്കെ. എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഇവിടെ ഇപ്പോൾ ആദ്യകാലത്തൊന്നും ഡയറക്റ്റ് ട്രെയിൻ ഉണ്ടായിരുന്നില്ല. പിന്നെ ഡയറക്റ്റ് ട്രെയിൻ വന്നു, ഇപ്പോൾ ഡെയിലി ട്രെയിൻസ് ഉണ്ട്. ഇപ്പോഴും മലബാർ മേഖലയ്ക്ക് ഇവിടുന്ന് ഡയറക്റ്റ് ട്രെയിൻ ഇല്ല. മലബാർ മേഖലയ്ക്ക്, മലബാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ആ ഭാഗത്തേക്ക് വന്ന് അവിടെ നിന്ന് അങ്ങോട്ട് ഇപ്പോൾ ഇവിടുന്ന് ഡയറക്റ്റ് ട്രെയിനില്ല. എല്ലാ വണ്ടികളും നേരെ തെക്കോട്ടാണ് പോകുന്നത്. അപ്പോൾ ഇതിനെതിരെ ഞങ്ങൾ പലപ്പോഴും പ്രതികരിച്ചിട്ടുണ്ട്, ഇപ്പോഴും പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങളിപ്പോൾ റെയിൽവേ മിനിസ്റ്റർക്ക് ഈയിടെ ഒരു പരാതി അയച്ചിരുന്നു. അപ്പോൾ പത്രത്തിലൊക്കെ അതിനെക്കുറിച്ച് പലപ്പോഴും ഞങ്ങളത് മെൻഷൻ ചെയ്യാറുണ്ട്. അത്രയും വേഗം അത് വീണ്ടും ഇപ്പോൾ നമ്മുടെ റെയിൽവേ മന്ത്രി അഹമ്മദായി വന്നിട്ടുണ്ട്. അപ്പോൾ എത്രയും വേഗം ആ മലബാർ മേഖലയ്ക്ക് കൂടെ ഒരു തീവണ്ടി
വരും എന്ന് പ്രതീക്ഷിച്ചിരിക്കുകയാണ്. വരത്തും ഇപ്പൊ പറഞ്ഞല്ലോ കുറെ കാലമായിട്ട് ലെറ്റർ അയച്ചുകൊണ്ടിരിക്കും. അപ്പൊ എന്താണ് റെസ്പോൺസ് കിട്ടിയത്? ഒരിക്കൽ കെ നായനാർ മുഖ്യമന്ത്രിയുടെ സമയത്ത് അയച്ചപ്പോൾ റെസ്പോൺസ് വിടും, പിന്നൊന്നും കിട്ടില്ല. പിന്നെ സംഘടനയ്ക്ക് ചിലപ്പോൾ മറുപടി വരും, ചിലപ്പോൾ നല്ല ചില എം പിമാരോ അല്ല മന്ത്രിമാരോ അയച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ മറുപടി ചില ആൾക്കാർ ശ്രദ്ധിക്കുക പോലും ഉണ്ടാവില്ല. അതെ. അപ്പോൾ സാർ എവിടെയാണ്, ആന്ധ്രാപ്രദേശിലോട്ടാണ് അയക്കണത് അതോ കേരളത്തിൽ? അല്ല, ഡൽഹിയിലേക്ക് ആയിരിക്കും അയക്കുന്നത് നമ്മൾ. പിന്നെ കേരളത്തിലെ മിനിസ്റ്റേഴ്സിന് അയക്കും. ഇപ്പോൾ ഗതാഗതത്തിൻ്റെ ഇൻചാർജ് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കും ഒരു കോപ്പി പലപ്പോഴും അയക്കാറുണ്ട്.